ഹലോ ഗൈസ്, വെൽക്കം ടു ഗെയിമർ ചങ്ക്സ്. സോ നമ്മുടെ ചാനലിൻ്റെ അകത്ത് മോഡ് മേക്കിങ്ങിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ തന്നെ കുറച്ച് പേര് ചോദിച്ചായിരുന്നു ഫോണിൻ്റെ അകത്തൊക്കെ ചെയ്യാൻ പറ്റും, ഇത് ഫോണിലത്തെ സോഫ്റ്റ്വെയർ ആണോ, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോണത് അതിനെ പറ്റിയാണ്. അപ്പോൾ ഫോണിൻ്റെ അകത്ത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മോഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല എങ്കിൽ കൂടി നമ്മുടെ മോഡ് മേക്കിങ്ങിൻ്റെ ഒരു മെയിൻ പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ 3D മോഡലിംഗ് ആണ്. അപ്പോൾ ഈ 3D ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഫോണിൻ്റെ അകത്തൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. കമ്പ്യൂട്ടറിൻ്റെ അകത്ത് ചെയ്യുന്ന അത്ര എളുപ്പത്തിൽ അത്രയ്ക്ക് പെർഫെക്ഷനായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല എങ്കിൽ കൂടി പലരും ടൈം എടുത്ത് നല്ല രീതിക്ക് തന്നെ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് 3D ചെയ്യുന്നുണ്ട്. നമ്മുടെ മലയാളി യൂട്യൂബറൊക്കെ ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് 3D മോഡൽ ചെയ്യണത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ആ സോഫ്റ്റ്വെയറാണ് പരിചയപ്പെടാൻ പോണത്. അപ്പോൾ ആ സോഫ്റ്റ്വെയറിൻ്റെ പേര് പ്രിസ്മ എന്നാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 3D ചെയ്യണതിൻ്റെ ട്യൂട്ടോറിയൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നെറ്റിൽ കിട്ടും, യൂട്യൂബിൻ്റെ അകത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറേ കിട്ടും. അപ്പോൾ എന്തായാലും ഞാൻ ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ഒരു ചെറിയൊരു ക്യൂബൊക്കെ വെച്ച് ജസ്റ്റ് ഒരു കാറിൻ്റെ മോഡൽ ഉണ്ടാക്കി ഒരു ടയറൊക്കെ കൊടുത്ത് ഇതെങ്ങനെയാണ് പ്രിസ്മ 3D എക്സ്പോർട്ട് ചെയ്യണതെന്നും അവിടെ ഈ എക്സ്പോർട്ട് ചെയ്തേക്കണ ഫോർമാറ്റിൻ്റെ പ്രത്യേകത എന്താണ്, അത് ബ്ലെൻഡറിലേക്ക് എങ്ങനെയാണ് ഇമ്പോർട്ട് ചെയ്യണത്, ഇത് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അത് വെഹിക്കിൾ എഡിറ്ററിലേക്ക് കയറ്റുന്നതിന് മുമ്പായിട്ട് എന്തൊക്കെ ചെയ്യണം, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ ഇതിൻ്റെ അത് മെയിനായിട്ട് നോക്കണത്. മോഡലിംഗ് അല്ല. മോഡലിംഗ് പഠിക്കണമെന്നുള്ളവർക്ക് യൂട്യൂബിൽ വേറെ ചാനലിൻ്റെ വീഡിയോസൊക്കെ നോക്കി പഠിക്കുക. എന്നിട്ട് ഇതെങ്ങനെ ബ്ലെൻഡറിലേക്ക് എത്തിക്കാമെന്നുള്ള കേസിന് മാത്രം ഈ വീഡിയോ റെഫർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തിട്ട് 3D മോഡലിംഗ് നോക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ന്യൂ നെക്കിയിട്ട് പുതിയ പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്തേക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ടൊരു ക്യൂബ് വെച്ച് ജസ്റ്റ് ഒരു വണ്ടിയുടെ ഷേപ്പ് ഉണ്ടാക്കുവാണ്. നിങ്ങളിത് 3D മോഡൽ ചെയ്ത് ബ്ലെൻഡറിലേക്ക് എത്തിക്കുമ്പോൾ ഒരു ചെറിയ വിഷയം കൂടി ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ഇതിന് ജസ്റ്റ് ഒരു ടയർ കൂടി ഞാൻ സെറ്റ് ആക്കുവാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ടയറും കൂടി ചുമ്മാ സെറ്റാക്കിയേക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളാരും ഇത് കണ്ട് ഈ സോഫ്റ്റ്വെയറിനെ കൊണ്ട് ഇത്രേ സാധിക്കുള്ളൂ എന്നൊന്നും വിചാരിക്കേണ്ട. എനിക്ക് ഇത്രയാണ് ഈ സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് അറിയുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇത് ചെയ്ത് നിർത്തിയത്. ഇനി അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് സേവ് ചെയ്തേക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് പ്രൊജക്റ്റ് 1 തന്നെ കൊടുക്കണം. അപ്പോൾ നമ്മൾ ഹോമിൽ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാണിക്കും. ഞാനപ്പോൾ സേവ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഹോമിലേക്ക് വന്നിട്ട് വീണ്ടും എടുക്കാറാണ് പതിവ്. ആ പ്രൊജക്റ്റ് പിന്നെ ഓപ്പൺ ചെയ്യാറാണ് പതിവ്. ജസ്റ്റ് വീണ്ടും ഈ പ്രൊജക്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ ഇങ്ങനെ ചെയ്തത്. ഞാൻ ചില സമയത്ത് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഇത് കംപ്ലീറ്റ് എക്സ്പോർട്ട് ആവുള്ള, അതായത് 3D മോഡൽ കംപ്ലീറ്റ് എനിക്ക് കിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഈ ടിക്ക് ഇട്ടിട്ട് ഇത് ഈ താഴത്ത് നിങ്ങൾക്ക് കാണും, ഇവിടെ റൈറ്റ് സൈഡിലെ കോർണറിലായിട്ട് അവിടെ ഒരു ടിക്കിൻ്റെ ഒരു ഐക്കൺ കൊടുത്തേക്കുണ്ട്, അത് ടിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ക്യൂബും സിലിണ്ടറും എന്തൊക്കെ സാധനങ്ങൾ നിങ്ങൾ മോഡൽ ചെയ്യാനായിട്ട് ഈ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തേക്കൊണ്ട് അതൊക്കെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ആ 3 ലൈനും നെക്കിയിട്ട് എക്സ്പോർട്ട് കൊടുക്കുക. എക്സ്പോർട്ട് കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ വന്നത് എൻ്റെ ഫോണിനെയും കൂട്ട് തന്നെ നിങ്ങൾക്ക് വന്നോന്നില്ല, ഓരോരുത്തർക്കും വ്യത്യാസമായിരിക്കും. ചിലവർക്ക് സ്റ്റോറേജിൻ്റെ അകത്തായിരിക്കും SD കാർഡൊക്കെ കിടക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫോണിനനുസരിച്ച് നിങ്ങൾ SD കാർഡ് ഏതെങ്കിലും ഒരു ഫോൾഡർ സെലക്ട് ചെയ്തിട്ട് സെലക്ട് കൊടുക്കുക. ടിക്ക് ചെയ്തിട്ടായിരിക്കണം സെലക്ട് കൊടുക്കേണ്ടത്. ഡയറക്റ്റ് നമ്മൾ ഫോൾഡറിൻ്റെ മേളിൽ നെക്കരുത്, ഇവിടെ ടിക്കുമ്പോൾ നെക്കിയിട്ട് സെലക്ട് കൊടുക്കുക. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് ജസ്റ്റ് ഫയൽ മാനേജറിൻ്റെ അത് പോയി നോക്കാം, നമുക്ക് ഈ സംഭവം അവിടെ വന്നേക്കുണ്ടോ എന്ന് അറിയാനായിട്ട്. അപ്പോൾ ഫയൽ മാനേജറിൻ്റെ അകത്ത് നോക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രൊജക്റ്റ് നെയിമിലായിരിക്കും വന്നേക്കുന്നത്. കണ്ടില്ല, ഇവിടെ പ്രൊജക്റ്റ് 01 എന്നുള്ള നെയിമിലാണ് വന്നേക്കുന്നത്. OBG ഫയലും MTL ഫയലും ഉണ്ട്. OBJ ഫയൽ 9 GB ഉണ്ട്. അപ്പോൾ ഏകദേശം മോഡൽ നമ്മുടെ എക്സ്പോർട്ട് ആയേക്കണ്ടെന്ന് തന്നെ വിചാരിക്കാം. ഇനി അപ്പോൾ എൻ്റെ ഫോണിൻ്റെ അകത്ത് വേറൊരു സോഫ്റ്റ്വെയറും കൂടി ഉണ്ട്, MP3D എന്ന് പറഞ്ഞ്. ഇതൊക്കെ നമ്മുടെ 3D മോഡൽ ജസ്റ്റ് ഒന്ന് പ്രിവ്യൂ ചെയ്യാനായിട്ടുള്ളതാണ്. കാരണം പലരും ഞാൻ ജോലി സ്ഥലത്തായിരിക്കും 3D മോഡലൊക്കെ അയച്ച് കാണിച്ചു തന്നത്. അപ്പോൾ ജസ്റ്റ് എന്താ പറയുക, ആ 3D ഒന്ന് നോക്കിയിട്ട് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ പറയാൻ പാകത്തിന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാനായിട്ട് ഞാൻ കയറ്റിയിട്ടേക്കാനാണ് ഈ സോഫ്റ്റ്വെയർ. ഇതിപ്പോൾ മേളിലുള്ള ഈ ഫോൾഡർ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫയൽ, അതായത് OBJ ഫയൽ നമ്മൾ സെലക്ട് ചെയ്യുക. കണ്ടില്ല, ഇതാണ് നമ്മളപ്പോൾ 3D ചെയ്തത്. ഇത് അങ്ങനെ തന്നെ വന്നേക്കേണ്ട, വലിയ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇനി അപ്പോൾ നമുക്കിത് എന്തായാലും കമ്പ്യൂട്ടറിലേക്ക് കോപ്പി ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് നോക്കാം. ഓക്കെ, നമ്മുടെ ഫോൺ അപ്പോൾ കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്തേക്കൊണ്ട് ഞാനപ്പോൾ ജസ്റ്റ് ഫയൽസൊക്കെ ഒന്ന് കോപ്പി ചെയ്യാം. ഇതിപ്പോൾ നമ്മുടെ ഇൻറ്റേർണൽ മെമ്മറിയിൽ പ്രൊജക്റ്റ് ഫോൾഡറിലേക്കായിരുന്നു ഞാൻ എക്സ്പോർട്ട് ചെയ്തത്. അപ്പോൾ അവിടെ നിന്നെടുത്ത് ജസ്റ്റ് വീഡിയോയിലേക്ക് ഇടുവാണ് ഞാൻ, എളുപ്പത്തിൽ എടുക്കാനായിട്ടാണ്. ഇനിയിപ്പോൾ ബ്ലെൻഡർ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് നോക്കാം.
ജസ്റ്റ് ഡീഫോൾട്ടുള്ള എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് ഫയലിൽ ഇമ്പോർട്ട് OBJ വീഡിയോസ് എടുക്കുന്നു. അതിൻ്റെ നിന്ന് OBJ ഫയൽ സെലക്ട് ചെയ്യുന്നു. വണ്ടി ഇവിടെ എത്തിയേക്കുന്നുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാം ഒറ്റ ഫയലാണ്. നമ്മുടെ വീലും ബോഡിയും എല്ലാം ഒരൊറ്റ ഇതാണ്. അപ്പോൾ നമുക്കത് സെപ്പറേറ്റ് ചെയ്യണം. സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നേരെ എഡിറ്റ് മോഡിൽ പോവുക. എഡിറ്റ് മോഡിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് വേറൊരു കാര്യം കാണാം. ഇതൊക്കെ ത്രികോണാകൃതിയിലാണ്, ചതുരങ്ങളല്ല, എല്ലാം ത്രികോണമാണ്. അത് ശരിയാക്കാനായിട്ട് നിങ്ങളിവിടെ ഫേസ് എടുത്ത് ട്രൈ ടു ക്വാഡ്സ് കൊടുക്കുക. അതപ്പോൾ ശരിയായിട്ടുണ്ട്. ഇനിയുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതൊക്കെ സെപ്പറേറ്റ് ആയിരിക്കും. അതായത് ഈ ഷാർപ്പായിട്ടുള്ള എല്ലാ എഡ്ജസും സെപ്പറേറ്റ് ആയിരിക്കും. ഇതിപ്പോൾ ഞാൻ ഈ ഒരു ഫേസ് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, ആ ഒരു ഫേസ് സെപ്പറേറ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ മൂലയും ഷാർപ്പ് എഡ്ജസ് ആയതുകൊണ്ട് അവരതങ്ങനെ ഓരോ സെപ്പറേറ്റ് ഒബ്ജക്റ്റ് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഈവൻ ടയറിൻ്റെ ഇവിടെ ആണെങ്കിൽ കൂടി എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം, കണ്ടില്ലേ, അത് സെപ്പറേറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇതൊക്കെ ശരിയാക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഏരിയ ആണോ ശരിയാക്കേണ്ടത് ആ ഏരിയ മാത്രമായിട്ട് സെലക്ട് ചെയ്യുക. എന്നെ സംബന്ധിച്ച് ഇപ്പോൾ കംപ്ലീറ്റ് വണ്ടിയും എനിക്ക് ശരിയാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നെക്ക് ഞാൻ എല്ലാം സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് മെഷിൽ ക്ലീൻ അപ്പ് മെർജ് ബൈ ഡിസ്റ്റൻസ് കൊടുക്കുക. 78 വെർട്ടെക്സ് റിമൂവ് ആയിട്ടുണ്ട്. പോരാതിന് കുറേ വേറെ സംഭവങ്ങളൊക്കെ വന്നേക്കുന്നുണ്ട്. അത് ശരിയാക്കാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ സെലക്റ്റഡ് ആണെന്ന് ഉറപ്പാക്കിയിട്ട് എഡ്ജസിൻ്റെ അകത്ത് ക്ലിയർ ഷാർപ്പ് കൊടുക്കുക. ക്ലിയർ ഷാർപ്പ് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം വേറെ എന്തോ ഒരു പ്രശ്നം. ഇതിപ്പോൾ ഒബ്ജക്റ്റ് മോഡിൽ പോകുന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടി ക്ലിയർ ആയിട്ടാണ്, എന്തോ പോലെ ആയിപ്പോയി നമ്മുടെ വണ്ടി. അത് ശരിയാക്കാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് സ്മൂത്ത് ഷെയ്ഡിങ് ഉണ്ടെന്ന് ഉറപ്പാക്കുക. അതിനുശേഷം ഈ ടാബിലേക്ക് വന്നിട്ട് ജിയോമെട്രി ഡേറ്റ എടുത്ത് ക്ലിയർ കസ്റ്റം സ്പ്ലിറ്റ് നോർമൽ ഡേറ്റ കൊടുക്കുക. ഇപ്പം തന്നെ ഏതാണ്ട് ശരിയായി എല്ലാം. പക്ഷേങ്കിൽ നിങ്ങൾക്ക് കാണാം ടയറിൻ്റെ ഇവിടെയൊക്കെ ഷാർപ്പായിട്ടുള്ള എഡ്ജസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ശരിയാക്കാനായിട്ട് നിങ്ങൾ ഇവിടെ ഈ നോർമൽസ് എടുത്തിട്ട് ഓട്ടോ സ്മൂത്ത് ടിക്ക് ചെയ്തേക്കണ്ടാവണം. ടിക്ക് ചെയ്തില്ലെങ്കിൽ ആ വിഷയം കാണിക്കും. ആ ടിക്ക് ചെയ്തിട്ട് ഈ 30 എന്നുള്ളതൊരു 45 അങ്ങനെയൊക്കെ കൊടുക്കുക. അതൊക്കെ ഓരോ ഒബ്ജക്റ്റിനനുസരിച്ച് അതിൻ്റെ ആംഗിളിനനുസരിച്ചും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ഇതിപ്പോൾ ഒരുപാട് ഓവറാക്കി കഴിഞ്ഞാൽ വിഷയം കണ്ടില്ലേ, ആ മറ്റേ പ്രശ്നം പിന്നെ കയറി വരും. അത് ആ ആംഗിളാണ് ശരിക്കും. എത്ര ഡിഗ്രി തൊട്ട് താഴേക്കുള്ള ആംഗിൾസാണ് നമ്മൾ ഷാർപ്പായിട്ട് മാർക്ക് ചെയ്യേണ്ടതെന്നാണ് അവർ ചോദിക്കുന്നത്. ഞാൻ നോർമലി ഒരു 45 കൊടുക്കാറ്. 45, 55 ആ ഒരു റേഞ്ചാണ്. ഇനി അപ്പോൾ നമുക്കിത് സെപ്പറേറ്റ് ചെയ്യാം. വീല് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഇത് ഒബ്ജക്റ്റ് മോഡിൽ പോയിട്ട്, ഒബ്ജക്റ്റ് മോഡല്ല എഡിറ്റ് മോഡിൽ പോയിട്ട് അൾട്ട് എനിക്ക് എല്ലാം സെലക്ട് ചെയ്യുക. എന്നിട്ട് മൗസ് പോയിന്റർ ഇതിവിടെ ഫേസ് സെലക്ഷനിലാന്ന് ഉറപ്പാക്കിയേക്കുക കേട്ടോ. എന്നിട്ട് ഈ വീലിൻ്റെ മേളിൽ വെച്ചിട്ട് എല്ലും നെക്കുക. അപ്പോൾ വീല് മാത്രമായിട്ട് സെലക്ട് ആയിട്ടുണ്ട്. ഇനി നമ്മൾ P നെക്കിയിട്ട് സെലക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ വീല് സെപ്പറേറ്റ് ആയിട്ടുണ്ടാവും. കണ്ടില്ലേ? ഇനി അപ്പോൾ നമ്മുടെ ഈ വണ്ടിക്ക് ഒരു വിഷയം കൂടി ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒന്നുമ്മ നെക്ക് വന്നിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മുടെ കീബോർഡിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ കാൽക്കുലേറ്റർ അങ്ങനത്തെ ഒരു ടൈപ്പ് കിടക്കണ്ടല്ലോ കീബോർഡ്, നംപാഡ്, അവിടെ ഒന്നുമ്മ നെക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് ഫ്രണ്ട് വ്യൂ ആണ്, പക്ഷേങ്കിൽ വണ്ടിയുടെ സൈഡാണ് കാണിക്കുന്നത്. അതപ്പോൾ ആ റൊട്ടേഷൻ നമ്മൾ കറക്റ്റ് ചെയ്യണം. അതിനായിട്ട് നെക്ക് എല്ലാം സെലക്ട് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഏഴുമ്മ നെക്കിയിട്ട് ടോപ്പ് വ്യൂയിലേക്ക് പോവുക, ജസ്റ്റ് ഒന്ന് കാണാനായിട്ട്. ഈ സംഭവം 3D കഴ്സറിലേക്ക് മാറ്റുക. എന്നിട്ട് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് 6 നെക്കിയിട്ട് ഇസഡിൽ നെക്കുക. എന്നിട്ടൊരു 90 ടൈപ്പ് ചെയ്യുക. ഇനി നമ്മൾ 1 നെക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം കറക്റ്റ് വണ്ടിയുടെ ഫ്രണ്ടാണ് അവിടെ. 3 നെക്കി സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ കറക്റ്റാണ്, വണ്ടി ഇരിക്കുന്നത് കറക്റ്റാണ്. ഇനി നമുക്ക് വണ്ടിയുടെ പ്ലേസിങ് കറക്റ്റ് ആക്കുക. അതിനായിട്ട് ജസ്റ്റ് ഇവിടെ ഈ മൂവ് ടൂൾ എടുത്തിട്ട് ജസ്റ്റ് ഈ ആരോയിൽ 1 നെക്കി മേളിലേക്ക് വലിച്ചു വയ്ക്കുക. ഇതപ്പോൾ എല്ലാം സെലക്റ്റഡ് ആണെന്ന് ഉറപ്പാക്കുക കേട്ടോ. എന്നിട്ട് അൾട്ട് നെക്കിയിട്ട് കറക്റ്റ് ചെയ്യുക. ഇനി നമുക്ക് വീലിൻ്റെ ഒറിജിൻ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് ഇവിടെ നമുക്ക് ഇൻഡിവിജ്വൽ ഒറിജിനിലേക്ക് മാറ്റാം. ഇതിൻ്റെ ഒറിജിൻ സെറ്റ് ചെയ്യണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം, കണ്ടില്ലേ, ആ പോയിന്റിനെ ആസ്പദമാക്കിയാണ് എല്ലാം നടക്കുന്നത്. അപ്പോൾ വീല് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ പോയിന്റ് ശരിക്കും വീലിൻ്റെ സെൻട്രലായിരിക്കണം വരേണ്ടത്. അപ്പോൾ ഈ വീലിൻ്റെ സെൻട്രലിലേക്ക് കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 രീതിയാണ് നമ്മൾ ഉപയോഗിക്കാറ്. അതായത് കറക്റ്റ് സിലിണ്ടർ ആണെന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റിൽ സെറ്റ് ഒറിജിൻ ടു ജിയോമെട്രി കൊടുത്തു കഴിയുമ്പോൾ ഇത് കറക്റ്റ് സെൻറ്ററിലേക്ക് വരും. ഇതിപ്പോൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം കറക്റ്റ് സെൻറ്ററാണ്. അതല്ല ഇതിപ്പോൾ കറക്റ്റ് സർക്കിൾ ഷേപ്പ് ആയതുകൊണ്ടാണ് അങ്ങനെ കിട്ടുന്നത്. ഇതിപ്പോൾ നമ്മൾ 3D മോഡലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു നെറ്റിൻ്റെ ഷേപ്പൊക്കെ, അതായത് ഒരു 5 നെറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചൊക്കെ ഇതിൻ്റെ ജിയോമെട്രി സെൻറ്റർ മാറിപ്പോകാനായിട്ട് നല്ല സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എഡിറ്റ് മോഡിൽ പോയി കഴിയുമ്പോൾ മിക്കവാറും തന്നെ നടുക്കൊരു പോയിന്റ് ഉണ്ടാവും.
അതല്ലാന്നുണ്ടെങ്കിൽ ഈ വീലിന് ചുറ്റും ഇങ്ങനത്തെ ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, അത് നമ്മൾ സെലക്ട് ചെയ്യണം. അതിനായിട്ട് എഡ്ജ് സെലക്ഷൻ എടുത്തിട്ട് അൾട്ട് ഞെക്കിയിട്ട് ക്ലിക്ക് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് കാണാം, കണ്ടില്ലേ, ആ ഒരു ഇത് കംപ്ലീറ്റ് സെലക്ട് ആയിക്കണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ വെർട്ടെക്സ് സെലക്ഷൻ്റെ അകത്ത് ഇങ്ങനെ നടുക്ക് പോയിന്റ് ഉണ്ടെങ്കിൽ അതുമ്പോൾ ക്ലിക്ക് ചെയ്യുക. ഇതിപ്പോൾ മിക്കവാറും കേസിൽ നടുക്ക് ഇങ്ങനെ ഒരു പോയിന്റ് കിട്ടാൻ സാധ്യത വളരെയധികം കുറവാണ്. അതുകൊണ്ട് ഈ എഡ്ജ് സെലക്ഷൻ എടുത്തിട്ട് ടയറിൻ്റെ ഏകദേശം സെൻട്രലായിട്ട് തന്നെ ഈ റിങ് ഇങ്ങനെ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് റൈറ്റ് വ്യൂ തന്നെ കിടക്കുക, അതായിരിക്കും കാണാൻ ഇച്ചിരി കൂടി എളുപ്പം. എന്നിട്ട് ഷിഫ്റ്റ് എസ് ഞെക്കിയിട്ട് ഈ കഴ്സർ ടു സെലക്റ്റഡ് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ കറക്റ്റ് സെൻറ്ററിലേക്ക് വരും ഈ പോയിന്റ്. നമ്മുടെ സെലക്ഷൻ്റെ സെൻറ്റർ നോക്കി ഇത് വരും. ഇനി നമ്മൾ തിരിച്ച് ഒബ്ജക്റ്റ് മോഡിൽ പോയിട്ട് ഒബ്ജക്റ്റ് സെറ്റ് ഒറിജിൻ ടു 3D കഴ്സർ കൊടുത്ത് കഴിയുമ്പോൾ ആ പോയിന്റ് അവിടെ വന്നേക്കുന്നുണ്ട്. ഇനി അപ്പോൾ റൊട്ടേഷൻ കാര്യങ്ങളൊക്കെ അവിടെ ആയിരിക്കും നടക്കുന്നത്. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമുക്ക് ചെയ്യാനായിട്ടുള്ളത് ഇവിടെ എൻ കീ ഞെക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കുക, ഇവിടെ റൊട്ടേഷനൊക്കെ ഉണ്ട്. റൊട്ടേഷനൊന്നും പാടില്ല അങ്ങനെ, അതൊക്കെ 0-യിലായിരിക്കണം, അതല്ലെങ്കിൽ അതിൻ്റേതായ പ്രശ്നങ്ങൾ കാണിക്കും. അപ്പോൾ എല്ലാം സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ എ ഞെക്കിയിട്ട് റൊട്ടേഷനും സ്കെയിലും ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാം 0 ആവും റൊട്ടേഷൻ, സ്കെയിലൊക്കെ 1 ആവും, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ. ഇനി നമുക്കിത് എക്സ്പോർട്ട് ചെയ്യാം. എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ഫയല് എക്സ്പോർട്ട് FBX കൊടുക്കുക. ഇതിൻ്റെ അകത്ത് നമുക്ക് സെലക്റ്റഡ് ഒബ്ജക്ട്സ് മാത്രം മതി. എംറ്റി ആവശ്യമുണ്ട്, മെഷ് ആവശ്യമുണ്ട്, അതേഴ്സ് ആവശ്യമുണ്ട്. അതേഴ്സ് എന്ന് പറയുമ്പോൾ ഈ ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഷിഫ്റ്റിനൊക്കെ ഇതൊക്കെ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ ഫോർവേഡ് Y മൈനസ് ആക്കുക. അപ്പ് Z അപ്പ് തന്നെ, അപ്ലൈ ട്രാൻസ്ഫോമിൽ ഞെക്കരുത്. ഇനി അപ്പോൾ നമുക്ക് ഈ സംഭവം ജസ്റ്റ് വെഹിക്കിൾ എഡിറ്ററിൻ്റെ അകത്തേക്ക് എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഡൗൺലോഡ്സിലാണ് എൻ്റെ വെഹിക്കിൾ എഡിറ്റർ കിടക്കുന്നത്. അതിൻ്റെ അകത്ത് എടുത്തിട്ട് വെഹിക്കിൾസ് എടുക്കുക, ഒരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക, ചുമ്മാ എക്സ്പോർട്ട് കൊടുത്തേക്കുക. ഇനി നമുക്കപ്പോൾ വെഹിക്കിൾ എഡിറ്റർ ഓപ്പൺ ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ വെഹിക്കിൾ എഡിറ്ററിൻ്റെ അകത്തേക്ക് എത്തിയേക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്തേക്കുന്ന സംഭവം ജസ്റ്റ് ഒന്ന് ലോഡ് കൊടുക്കുക. ലോഡ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഈ ലോഡ് സ്കെയിൽ 0.0012 ക്ലിക്ക് ചെയ്യണം. ഈ ലോഡ് സ്കെയിൽ ഇത് തന്നെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ഉപയോഗങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതായത് കുറേ കാര്യങ്ങളൊക്കെ ആ ലോഡ് സ്കെയിലിൽ വെച്ച് ചെയ്തതുകൊണ്ട് മാത്രം ശരിയായിട്ടുണ്ട്. പിന്നെ X 90 ഡിഗ്രി Y 180 ഡിഗ്രി കൊടുത്തിട്ട് ലോഡ് കൊടുക്കുക. ഇതിപ്പോൾ ലോഡ് കൊടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ 2 ഐറ്റംസ് ഇവിടെ ഉണ്ട്. അതായത് ബോഡി ഉണ്ട്, വീലും ഉണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞേക്കണം. ഇനി വരാനിരിക്കുന്ന വീഡിയോസിൽ പറയാൻ പോകുന്നതുമായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യുക. അതായത് ഈ പാർട്ട് ടൈപ്പൊക്കെ വീലൊക്കെ കൊടുത്തിട്ട് ചെയ്യുക. ഞാൻ മറ്റേ വീഡിയോയിൽ, അതായത് ബ്ലെൻഡറിൻ്റെ അകത്ത് ചെയ്തേം കൂട്ട് നിങ്ങൾ അതിൻ്റെ റൊട്ടേഷൻ കാര്യങ്ങളൊക്കെ വൈയിലേക്ക് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ വീലൊക്കെ ക്രോസ് ചെയ്തൊക്കെ ആയിരിക്കും നിൽക്കുന്നത്. അപ്പോൾ അത്തരം പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് നിങ്ങൾ മാക്സിമം വീഡിയോയിൽ കണ്ടേം കൂട്ട് തന്നെ ചെയ്യുക. പറഞ്ഞു തീർക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ഈ റൊട്ടേഷൻ കാര്യങ്ങളൊക്കെ മാറിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ വെഹിക്കിൾ എഡിറ്ററിലേക്ക് വരെ എത്തി. അപ്പോൾ ഈ ട്യൂട്ടോറിയലിൻ്റെ മെയിൻ കേസൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നും കൂടി പറയാം. പ്രിസ്മ 3D ന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ OBJ ഫയലായിട്ടായിരിക്കും എക്സ്പോർട്ട് ചെയ്യുന്നത്. അത് ബ്ലെൻഡറിലേക്ക് എത്തിയതിന് ശേഷം നമ്മൾ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് അതിൻ്റെ ട്രയാങ്കിൾസൊക്കെ ക്വാഡ്സ് ആക്കി മാറ്റി, ഈ 1-2 വെർട്ടെക്സ് ഉള്ളതൊക്കെ മേർജ് ബൈ ഡിസ്റ്റൻസ് കൊടുത്ത് സിംഗിളാക്കി മാറ്റി. അതിനുശേഷം വണ്ടി ജസ്റ്റ് ഒന്ന് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് ലെവലിലാക്കി, വണ്ടിയുടെ റൊട്ടേഷൻ കറക്റ്റ് വൈയിലേക്ക്, ഫേസ് ഫ്രണ്ട് വ്യൂവിൽ വരുമ്പോൾ വണ്ടിയുടെ ഫ്രണ്ട് തന്നെ കാണാൻ പാകത്തിന് അതിൻ്റെ റൊട്ടേഷൻ കറക്റ്റ് ചെയ്തു. പിന്നെ അതിൻ്റെ റൊട്ടേഷനും സ്കെയിലും അപ്ലൈ ചെയ്തു. ടയർ സെപ്പറേറ്റ് ചെയ്തു. ടയറിൻ്റെ ഒറിജിൻ സെൻറ്ററിലേക്കായിട്ട് സെറ്റ് ചെയ്തു. പിന്നെ FBX ആയിട്ട് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അപ്ലൈ ട്രാൻസ്ഫോം കൊടുക്കരുത് നിങ്ങളത്, അതിൻ്റെ വലിയ ആവശ്യമൊന്നുമില്ല. പിന്നെ നിങ്ങൾ വേറെ ഒബ്ജക്റ്റ് ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാക്ക് ഫേസ് കള്ളിങ്ങിൻ്റെ ഒരു വിഷയം വരാറുണ്ട്. അത് കാണാൻ അതെന്താണ് സംഭവം എന്ന് പറയാനായിട്ട് എൻ്റെ പാർട്ട് 2 വീഡിയോ കണ്ടേക്കുന്നവർക്ക് അറിയാം ബാക്ക് ഫേസ് കള്ളിങ് എന്താ വിഷയം എന്ന്. അപ്പം നിങ്ങൾ ജസ്റ്റ് പോയി അതൊക്കെ ഒന്ന് കാണുക. അപ്പോൾ നമ്മുടെ FBX ആയിട്ട് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എംറ്റിയും മെഷും പിന്നെ വരുന്നത് നമ്മുടെ ഇതേ സംഭവമാണ്, അതായത് അതേഴ്സാണ്. അതേഴ്സിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞു ടെക്സ്റ്റ് പോലുള്ള കാര്യങ്ങൾ, ചില ക്രെഡിറ്റ് കാര്യങ്ങളൊക്കെ ടെക്സ്റ്റ് ആയിട്ടായിരിക്കും വെക്കണം. അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ സെറ്റ് ചെയ്ത് എക്സ്പോർട്ട് കൊടുക്കുക. ഇവിടെ ഒന്ന് ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, മാക്സിമം ഈ ലോഡ് സ്കെയിൽ തന്നെ കൊടുക്കുക. ഈ റൊട്ടേഷനും കൊടുത്ത് നിർത്തുക. കുറേ എറർ കാര്യങ്ങളൊക്കെ അപ്പം തന്നെ ഒഴിവായി കിട്ടും. അപ്പോൾ നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് ആയിക്കോണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.